ഹലോ, അപ്പോൾ ഇന്നേ ഒരു ഹോൾ വീഡിയോ ആണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്ക് ആൻഡ് സേവിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചേക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഹോൾ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം നാട്ടിലേക്കൊക്കെ പോകേണ്ടവർക്ക് കുറച്ച് ബൾക്കായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സമയവും കൂടിയായിരുന്നു കേട്ടോ ഈ ഫസ്റ്റ് സെയിൽ എന്ന് പറയുന്നത്. അവരുടെ സെക്കൻഡ് ആനിവേഴ്സറി ആയിരുന്നു ബർക്കയിലുള്ള മാർക്ക് ആൻഡ് സേവിൻ്റെ. അപ്പം നമ്മളും സെയിലിൽ പോയിട്ട് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് ഓർഡറിലൊന്നുമല്ല, ഞാനത് അങ്ങനെ കൊണ്ടുവന്ന പാടെ ഇങ്ങനെ കവറിലാക്കി വെച്ചേക്കുക. അപ്പം ഓരോന്നോരോന്നായിട്ട് കിട്ടുന്നതനുസരിച്ച് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചിരുന്ന പാച്ചുട്ടിക്ക് ഒരു കുഞ്ഞു സ്കൂട്ടറാണ് കേട്ടോ. ഇതാണ് കേട്ടോ സാധനം. ഇതിങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ പോലെ ഉണ്ട്. അപ്പം അതിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതിങ്ങനെ നേരെ ആക്കി വെക്കാൻ പറ്റും. ഇങ്ങനെ ആക്കിയിട്ട് ചവിട്ടാൻ പറ്റും ഇതിൽ. അപ്പം അവൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അവൻ അത്യാവശ്യം ഇതിൽ ചവിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ നമുക്ക് ഇതിപ്പോൾ ഓടിച്ചു കഴിയുമ്പോൾ, ഇപ്പോൾ കൊച്ചാണെങ്കിലും ഓടിച്ചു കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതിങ്ങനെ ഇവിടെ തന്നെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് വെക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് പുറത്തൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഇത് വണ്ടിയിൽ വെച്ചിട്ട് പോവുകയും ചെയ്യാമല്ലോ, ഇങ്ങനെ മടക്കി വെച്ചിട്ട് പോവുകയും ചെയ്യാം. അപ്പം അങ്ങനെ നമ്മൾ ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ഈ ഡോണറ്റിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇത് 12 എണ്ണം ഒരു പാക്കറ്റിൽ വരുന്നത്. 12 എണ്ണത്തിൻ്റെ പാക്കറ്റ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് കുഞ്ഞു 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 പാക്കറ്റ്സ് ഉണ്ട്. അപ്പം ഇത് നമ്മളൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നൂഡിൽസാണ്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനം നൂഡിൽസാണ്. പാച്ചൂട്ടിക്കും എനിക്കും ഇഷ്ടമുള്ള സാധനം കേട്ടോ നൂഡിൽസ്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് ക്ലിപ്പാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒത്തില്ലേ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ്, അതാണ് കേട്ടോ. ഇങ്ങനത്തെ കുട്ടി കുട്ടി ക്ലിപ്പില്ലേ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പില്ലേ, അതിൻ്റെ ഒരു ബോക്സായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയത് ഇതാണ് കേട്ടോ. ഇത് ഡിഷ് വാഷിംഗ് ലിക്വിഡാണ്. നമ്മൾ പാത്രം കഴുകാനായിട്ടൊക്കെ ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്ക് ഇത് ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും കോംബോ ഓഫറാണ് കേട്ടോ. ഇവിടെ കൂടുതലും കോംബോ ഓഫർ ആയിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാ നമുക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ സെയിൽ വരുമ്പോഴാണ് വാങ്ങിച്ച് വെക്കാറ്. അപ്പോൾ അത് ഒരു സെറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ജ്യൂസാണ് കേട്ടോ. ഇത് ഇവിടുത്തെ സൺഡോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ അവരുടെ ജ്യൂസ്. ഇതിനകത്തും ചെറിയ ചെറിയ ഇങ്ങനത്തെ ഇത് 18 എണ്ണമാണ് കേട്ടോ ഈ ഒരു ബോക്സിലുള്ളത്. അങ്ങനത്തെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂട് സമയമല്ലേ, അപ്പം നമ്മളിങ്ങനെ തണുപ്പിച്ച് കുടിക്കാമല്ലോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ലിറ്റിൽ ഹാർട്സിന്റെ ബിസ്ക്കറ്റ് ആണ്. ഇത് നമ്മളൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരെണ്ണത്തിന്റെ ഈ ഒരു ബോക്സിന്റെ അകത്ത് 10 എണ്ണമാണ് കേട്ടോ വരുന്നത്. 10 ചെറിയ പാക്കറ്റാണ് വരുന്നത്. അത് നമ്മൾ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു പാക്കറ്റ്, ഇങ്ങനത്തെ 10 പാക്കറ്റാണ് കേട്ടോ ഈ ഒരു ബോക്സിൽ വരുന്നത്. അപ്പം ഇത് നമ്മളൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലിറ്റിൽ ഹാർട്സ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സോസാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ 4 ഇത് 6 എണ്ണത്തിന് സെറ്റായിരുന്നു കേട്ടോ. ഞാൻ ഓൺലൈനിൽ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ 2 എണ്ണം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. കാരണം പാച്ചുവിന് സോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ എവിടെ കണ്ടാലും അവൻ എടുത്തോണ്ട് പോകും. അപ്പോൾ അവനെ കാണാതെ എന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇത് പൊട്ടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് 6 എണ്ണത്തിന് സെറ്റാണ് വരുന്നത്. അങ്ങനത്തെ ടൊമാറ്റോ സോസാണ് കേട്ടോ ഇത്. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് പെർഫ്യൂംസും ക്രീംസും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പെട്രോളിയം ജെല്ലാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ വാസ്ലിനില്ലേ, വാസ്ലിനൊക്കെ പോലെ തന്നെ ഇവിടെ വാസ്ലിൻ കിട്ടും കേട്ടോ. എന്നാലും അതിനെക്കാട്ടിനും കുറച്ചും കൂടെ ഒന്ന് മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ബോഡി ലോഷനാണ്. ഇതാണ് ലോഷൻ. ഇത് 2 എണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് കുറവ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പം അങ്ങനെ നമ്മൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും നല്ല ബോഡി ലോഷൻ. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് മൂവാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ മൂവിന്. ഇത് 100 ഗ്രാമിന്റെ 1-2 പാക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ നമ്മൾ സെയിലൊക്കെ കാണുമ്പോഴേ എല്ലാവരും പറയും നമ്മൾ നിയർ എക്സ്പയറി ഡേറ്റ് ആയ സാധനങ്ങളായിരിക്കും സെയിലിട്ടിരിക്കുന്നതെന്നൊക്കെ. നമുക്കറിയില്ല എത്രത്തോളം അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് സെയിലിൽ വിൽക്കുന്നത്. അങ്ങനെ ഡേറ്റ് കഴിയാറായ സാധനങ്ങളൊന്നുമല്ല കേട്ടോ. നിയർ ആയിട്ട് മാനുഫാക്ചർ ചെയ്ത് വന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പം
ഇപ്പൊ ഇതിന്റെ ആണെങ്കിലും മാനുഫാക്ചറിംഗ് ഡേറ്റ് വരുന്നത് January 25 ആണ് കേട്ടോ. ഇതിന്റെ എക്സ്പയറി വരുന്നത് 2027 വരെയാണ് എക്സ്പയറി വരുന്നത്. ഇത് ഈ 2025 ജനുവരിയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അധികം വർഷം കഴിഞ്ഞ് ഡേറ്റ് തീരാനായ സാധനങ്ങളൊന്നും അല്ല കേട്ടോ വരുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ നമ്മള് സെയിലിൽ പോയാലും സെയിലാണ് ഓഫറിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പ്രത്യേകം ഇങ്ങനെ ഡേറ്റ് നോക്കിയിട്ട് വാങ്ങിക്കണം. നമ്മൾ സെയിലിന് പോകുന്നുണ്ട്, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സമയം എടുത്ത് തന്നെ സാധനങ്ങൾ വാങ്ങിക്കണം കേട്ടോ. നമ്മൾ അതിന്റെ ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും നോക്കി തന്നെ വാങ്ങിക്കണം. കാരണം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഓഫർ വരുമ്പോഴായിരിക്കും നമ്മൾ നാട്ടിലേക്കൊക്കെ പോകാനായിട്ടുള്ളവരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നത്. അപ്പൊ നമ്മൾ നിയർ എക്സ്പയറി വരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോയാലും ഉപകാരമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മളും കുറെ ടൈം എടുത്ത് നമ്മൾ നോക്കി തന്നെയാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ക്രീം 21ന്റെ സോപ്പായിരുന്നു കേട്ടോ. ഈ ക്രീം 21 എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത് ഇതിന്റെ ക്രീമാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആ ക്രീമിന്റെ തന്നെ സോപ്പാണ് കേട്ടോ ഇത് 3 എണ്ണത്തിന്റെ ഒരു സെറ്റാണ് വരുന്നത് ക്രീം 21ന്റെ. ഇങ്ങനത്തെ നമ്മൾ 1-2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഡബിന്റെ സോപ്പാണ് കേട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നിയർ പാക്കിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇത് 7/4/2025 പാക്ക് ചെയ്തിട്ടുള്ള സാധനം 2028 വരെ എക്സ്പയർ വരുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കി തന്നെ വാങ്ങിക്കണം കേട്ടോ. അപ്പം ഇത് കൂട്ട് ഒരു 2-3 എണ്ണം പാക്കേജ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് സെയിൽ വരുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതല്ലേ, പെട്ടെന്ന് കേട് വന്ന് പോകുന്ന സാധനമൊന്നും അല്ലല്ലോ. അപ്പൊ സോപ്പൊക്കെ കുറച്ചധികം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഡബിന്റെ ഒക്കെ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പൗഡറാണ് കേട്ടോ. ഇത് എൻചാൻഡറിന്റെ പൗഡർ കേട്ടോ. ഇത് നമ്മൾ 4 എണ്ണത്തിന്റെ കോംബോ ആയിരുന്നു വരുന്നത്. ഇത് നമ്മൾ ഒരു സെറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് ബ്രൂട്ടിന്റെ പെർഫ്യൂമാണ്. ഇതെന്റെ പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ. പപ്പായുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇതിപ്പോഴും പപ്പാടയിൽ എപ്പോഴും കാണുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. സൂക്ഷിച്ച് വെച്ചേക്ക് ഞങ്ങൾക്ക് ആർക്കും തരത്തില്ല. എനിക്കും ചേച്ചിക്കും പെർഫ്യൂം ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുപാട് പെർഫ്യൂംസ് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അപ്പം പപ്പായ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ ബ്രൂട്ടിന്റെ പെർഫ്യൂം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കും. ഈ അലമാരിക്കകത്ത് തുണിയുടെ അടിയിലൊക്കെ മുണ്ടിന്റെ അകത്തൊക്കെ മടക്കി ഒളിപ്പിച്ച് വെക്കും കേട്ടോ. ഞാൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഭയങ്കര വിശ്വാസമാകുണ്ടാവും തോന്നും. അപ്പൊ ഇങ്ങനെ ഒളിപ്പിച്ചൊക്കെ വെക്കും. അപ്പം വല്ല പരിപാടിയൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് ഇത് തരുന്നത്. എന്നിട്ട് അങ്ങനെ തന്നെ തന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിയുമ്പോഴേ അന്നേരം ഇത് വാങ്ങിച്ചു കൊണ്ട് ഒളിപ്പിച്ച് വെക്കും കേട്ടോ. ഇപ്പോഴും കയ്യിലിരിപ്പുണ്ട്. അത് എത്ര വർഷങ്ങളായിട്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ. പാത്ത് വെച്ചേക്കോ, സൂക്ഷിച്ചിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇങ്ങനത്തെ കോംബോയിൽ വരുന്ന പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഷാമ്പു ആണ് കേട്ടോ. ഇതും കോംബോ ഓഫറിലുണ്ടായിരുന്നതാണ്. അപ്പൊ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ വാങ്ങിച്ചത് പച്ചക്കറികളൊക്കെയാണ് കേട്ടോ. പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം കൂടെ വരുന്നതാണ്. ബദാമും നട്ട്സും വാൾനട്ടും എല്ലാം കൂടെ വരുന്ന മിക്സാ. ഇപ്പൊ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സെയിലിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബിസ്ക്കറ്റ് ഒക്കെ കാണുമ്പോഴേ നിങ്ങൾ ഓർക്കും കുഞ്ഞിന് ഇതാണോ വാങ്ങി കൊടുക്കുന്നത്, ഇതൊക്കെ അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണോന്ന്. ശരിക്കും ഇത് പാച്ചോട്ടിക്ക് മാത്രമല്ല കേട്ടോ, കൂടുതലായിട്ട് വാങ്ങിയിട്ടുള്ള എനിക്കാണ്. പാച്ചോട്ടി അങ്ങനെ മധുരമൊന്നും കഴിക്കത്തില്ല കേട്ടോ. അവൻ ഇങ്ങനത്തെ ക്രീം ബിസ്ക്കറ്റ്, ഐസ്ക്രീം, കേക്ക് അങ്ങനത്തെ മധുരമുള്ള ഒരു സാധനം ഇഷ്ടമല്ല. ചായ പോലും മധുരം ഇല്ലാതെയാണ് കേട്ടോ കുടിക്കുന്നത്. അവന് പഞ്ചസാര ഇട്ട സാധനങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമല്ല. ഇപ്പം നമ്മളിവിടെ ഒമാനിൽ വന്നിട്ട് ഇപ്പൊ ഒരു 3 മാസമൊക്കെ ആയാലോ. ഈ ഒരു സമയത്ത് അവൻ ചെറുതായിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പ്രലോഭിപ്പിച്ചിട്ടാണ് കേട്ടോ അവൻ ഐസ്ക്രീം കഴിക്കുന്നത്. അത് ഇച്ചിരി ഒന്ന് കഴിച്ചിട്ട് ബാക്കി നമുക്ക് തരും. അങ്ങനെ ഫുള്ളായിട്ടൊന്നും അവൻ കഴിക്കത്തില്ല കേട്ടോ. അവൻ അങ്ങനത്തെ സാധനങ്ങൾ അവന് കുറച്ചും കൂടി എരിവും പുളിയൊക്കെയാണ് കേട്ടോ ഇഷ്ടമുള്ളത്. അങ്ങനെ മധുരത്തിനോട് അങ്ങനെ വലിയ ഭ്രാന്തുള്ള ആളൊന്നുമല്ല. അതിന്റെയും കൂടെ കൂട്ടി അവർ അപ്പനും മകനും മധുരം കഴിക്കില്ല കേട്ടോ. ഇച്ചാനാണെങ്കിലും അങ്ങനത്തെ മധുരമുള്ള ഒരു സാധനം അങ്ങനെ കഴിക്കുന്ന ആളില്ല. പക്ഷെ അതിന്റെ 2 പേരുടെ കൂടെ കൂട്ടി ഞാൻ കഴിക്കും കേട്ടോ. ചിലപ്പോഴൊക്കെ ഇവരെന്നെ കളിയാക്കും കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് കൊച്ചിനും 3-4 വയസ്സാവാറായി, ഇപ്പോഴും നാണമില്ല ഇങ്ങനെ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കളിയാക്കും. അതിന് പകരം വല്ല ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ വാങ്ങിച്ച് കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതാകുമ്പോൾ ഇങ്ങനെ വണ്ണം വെക്കത്തില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ എന്തേരെ പറഞ്ഞാലും എനിക്ക് ഇന്നേ വരെ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടും ക്രീം ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് ക്രീം ബിസ്ക്കറ്റ് കഴിച്ചാൽ മാത്രമേ ക്രീം ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് തോന്നാറുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ പറയാട്ടോ.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചത്. എനിക്ക് രാവിലെ ആയിട്ട് വരുമ്പോൾ എന്താണെങ്കിലും ഒരു കാപ്പി ഒരു ബിസ്ക്കറ്റും വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം ബിസ്ക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഈ ഓറിയോയുടെ ബിസ്ക്കറ്റാണ് കേട്ടോ. ഈ ഓറിയോയുടെ ഒരു ബോക്സ്, ഇത് 12 എണ്ണത്തിൻ്റെ സെറ്റാണ് കേട്ടോ. ഇതിനിങ്ങനത്തെ ചെറിയ ചെറിയ പാക്കറ്റ് 12 എണ്ണം വരുന്നുണ്ട്. അതിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഈ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വോൾ വീഡിയോ ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കും അങ്ങനെ നേരത്തെ ചെയ്തുള്ള പരിചയമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും കണ്ടന്റ് കാണണം. ഇപ്പം നേരത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ കാണിക്കണം. നമ്മുടെ വീടൊന്ന് സെറ്റായി വരുന്നുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഹോം ടൂർ കാണിക്കാം. അപ്പോൾ അതുപോലെ എന്തെങ്കിലും വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യുകയും ചെയ്യാമല്ലോ. നമ്മൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.